ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബാബിലോണിലെ പ്രവാസത്തിന്റെ നിഴലിൽ ഒരു യഹൂദ യുവാവ് ദൈവത്തിന് വിശ്വസ്തനായി നിന്നു. അവന്റെ പേർ ദാനിയേൽ. ദൈവഭയമുള്ള അവൻ രാജാവിന്റെ പ്രിയമുള്ള ഉപദേഷ്ടാവായി. നമുക്ക് കാണാം ഒരു അത്ഭുതകരമായ രക്ഷയുടെ കഥ. സിംഹങ്ങളുടെ വായടച്ച ദൈവത്തിന്റെ കരം. മേദിനായ ദാര്യാവേശ് രാജാവ് തന്റെ രാജ്യം ഭരിക്കേണ്ടതിന് നിയമിച്ച 3 അധ്യക്ഷന്മാരിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ഉത്കൃഷ്ട മാനസനായിരുന്ന ദാനിയേലിനെ രാജാവ് തന്റെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഇഷ്ടപ്പെടാതിരുന്ന മറ്റധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ ആലോചിച്ചു. ദാനിയേൽ എന്ന ഈ ദാസൻ രാജാവിന് നമ്മളെക്കാൾ ഏറെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു. അയാൾ നിഷ്കളങ്കനായി തോന്നുന്നു. പക്ഷെ നമുക്ക് അയാളെ തകർക്കാൻ ഒരു വഴി കണ്ടെത്തണം. എനിക്കൊരു ഉപായം തോന്നുന്നു. നീ വാ, നമുക്ക് രാജാവിന്റെ അടുത്തേക്ക് പോകാം. മഹാരാജാവ് നീണാൽ വാഴട്ടെ. തിരുമനസ് ദയവായി ഒരു ചട്ടമുണ്ടാക്കിയാലും വരുന്ന 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയണമെന്ന് ഉത്തരവിറക്കിയാലും. ഞാനിത് ആജ്ഞയാക്കുന്നു. ഈ ഉത്തരവ് ഈ രാജ്യത്തെ എല്ലാവർക്കും ഉള്ളത്. ആരെങ്കിലും ഈ 30 ദിവസം എന്നോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹത്തിന്റെ ഗുഹയിൽ എറിഞ്ഞു കളയുക. ദാനിയേൽ വളരെ വിഷമിച്ച് തന്റെ മുറിയിൽ ജനാല തുറന്ന് മുട്ടുകുത്തി യെരുശലേമിനെ നോക്കി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ഞാൻ നിന്നെ മാത്രം സേവിക്കും. രാജാവേ, ദാനിയേൽ അങ്ങയുടെ ഉത്തരവ് ലംഘിച്ചു. അവൻ അവന്റെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ദാനിയേലേ, നിന്നെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. പക്ഷെ നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. മാറ്റമില്ലാത്ത രാജകൽപ്പന അനുസരിച്ച് ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുക. മന്ത്രിമാർ ദാനിയേലിനെ സിംഹഗുഹയിലേക്ക് തള്ളുന്നു. ഗുഹയുടെ വാതിലടച്ച് രാജാവ് തന്റെ മോതിരം കൊണ്ട് അതിന് മുദ്രയിട്ടു. രാജാവ് രാജധാനിയിൽ ചെന്ന് ഉറങ്ങാതെ ഉപവസിച്ച് രാത്രി കഴിച്ചു. അതിരാവിലെ രാജാവ് സിംഹഗുഹയുടെ അരികെ എത്തുന്നു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായി ദാനിയേലേ,
നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ? രാജാവ് ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ഇത് കേട്ടപ്പോൾ രാജാവ് വളരെ സന്തോഷിച്ചു. ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ഏവരും ദാനിയേലിന്റെ ദൈവത്തിനു മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ തീർപ്പ് കൽപ്പിക്കുന്നു. ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യം, പ്രാർത്ഥനയുടെ ശക്തി, നീതിയും ധർമ്മവും പാലിക്കേണ്ടതിന്റെ ആവശ്യവും രക്ഷയുടെ പ്രതീക്ഷയും ഉൾപ്പെട്ട ദാനിയേലിന്റെ ഈ ദൃശ്യാവിഷ്കാരം എല്ലാവർക്കും ഒരു പ്രചോദനമായി വിശ്വാസത്താലും പ്രാർത്ഥനയാലും കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കട്ടെ.